ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരിച്ചടിച്ചെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ കണ്ടെത്തുന്നതിൽ LDF പരാജയപ്പെട്ടു. BJPയുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾ കരുതി. ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. കൂട്ടായി തിരുത്തി LDF തിരിച്ചുവരുമെന്നും ബിനോയ് വിശ്വം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും. PR അരവിന്ദും സുനിൽ ഐസക്കുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരവിന്ദ്, ഇന്ത്യൻ എക്സ്പ്രസിലും തുടർന്നും ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണ്? ഒരു വലിയ ആത്മവിമർശനമാണോ അദ്ദേഹം നടത്തിയത്? നഫുൽ, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ആത്മപരിശോധന ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ രണ്ട് വിഷയങ്ങൾ സ്വാധീനിച്ചു എന്നതാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നതാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇടത് നേതാക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം സംഭവിക്കുമെന്ന് ജനങ്ങൾ കരുതിയിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ കണ്ടെത്തുന്നതിൽ LDF പരാജയപ്പെട്ടു എന്നുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വോട്ടുകൾ പോയതാണ്. കാരണം BJPയിലേക്ക് സംസ്ഥാന സർക്കാർ കൂടുതൽ അടുത്തുവെന്ന് ന്യൂനപക്ഷങ്ങൾ കരുതിയെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അത് CPI ആണ് പ്രധാനമായും ഒരു ചർച്ചാ വിഷയമാവുകയും വലിയ രീതിയിൽ മുന്നണിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത്തരം ഒരു പ്രതിനിധി അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നതാണ് ബിനോയ് വിശ്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരമെന്നും ബിനോയ് വിശ്വം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം എല്ലാ കുറ്റവും CPM-ന് മേൽ ചാരാൻ തങ്ങളില്ല. ശക്തമായി പുനരാലോചിച്ച് അതുപോലെ തന്നെ ആത്മപരിശോധന നടത്തി ഇടതുപക്ഷം തിരിച്ചു വരുമെന്നതാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ആത്മപരിശോധനയ്ക്കുള്ള സമയമായി എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഈ വിഷയം സന്തോഷ് കുമാർ MP-യുമായി സംസാരിച്ചിരുന്നു. ഇടതുപക്ഷത്തിന് ശബരിമല വിഷയം കാരണം വലിയ രീതിയിലുള്ള പ്രചാരണം കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായി എന്ന് തന്നെയാണ് CPI വിലയിരുത്തുന്നത്. ഇതിൽ പുനഃപരിശോധന വേണമെന്ന് തന്നെ CPIയുടെ ആവശ്യവും ഉണ്ടാകും.